മാങ്ങയിട്ട് തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് നല്ലൊരു മീൻ കറിയാണ് ഇന്നത്തെ ഐറ്റം. ചട്ടിയിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി, 4-5 അല്ല 5-6 ചെറിയ ഉള്ളി ഉണ്ട്. പിന്നെ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തു. പിന്നെ മീൻ കഷ്ണങ്ങളിൽ ഞാൻ ഉപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മീനെന്നല്ലോ പലവക 2-3 ഐറ്റം മീനുകളാണ്. അത് തേങ്ങ അരച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാം കൂടെ അടച്ച് വെച്ച് വേവിക്കുക. ഇനി ഒരു അരപ്പ് തയ്യാറാക്കണം. തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇനിയാണ് അതിൻ്റെ ഒരു ട്വിസ്റ്റ്, ജീരകം. ഞങ്ങളുടെ കണ്ണൂരുള്ളവർക്ക് തേങ്ങ അരച്ച് മീൻ കറി വെക്കുമ്പോൾ ജീരകം മസ്റ്റാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടപ്പോൾ എന്നെ ആൾക്കാർ കൊല്ലാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോരുത്തർ ശീലിച്ചു വന്ന ഓരോ രുചികളില്ലേ, നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചു വന്ന രുചികളാണ്. തേങ്ങ അരച്ച് വെക്കുമ്പോൾ കുറച്ച് ജീരകം അരച്ച് ചേർക്കും, അത് മസ്റ്റാണ്. പക്ഷെ നിങ്ങൾ അങ്ങോട്ടുള്ളവർക്കൊന്നും ജീരകം അരക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ്. ജീരകം അരച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കറി എന്തോ പോലെയാണ്. അത് ഓരോരുത്തരുടെ ശീലത്തിനനുസരിച്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ. അതുകൊണ്ടാണ്, മറ്റു കറി വെക്കാൻ അറിയായിട്ടൊന്നുമല്ല. അതിനെപ്പറ്റി ഒരുപാട് കമൻറ്റുകൾ ഞാൻ കേട്ടിരുന്നു. അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നു. ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ വഴറ്റി വെച്ചു. അങ്ങനെ നല്ലൊരു അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ. താങ്ക് യു.